ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞകാല നേതാക്കളിൽ ആദരവോടെ അതിനേക്കാൾ ആവേശത്തോടു കൂടെ ജീവിതത്തിൽ മാതൃകയായി കണ്ട ഒരു വ്യക്തിയായിരുന്നു NV. ആദ്യമായി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ മേപ്പയൂരിൽ വെച്ചാണ്, പരേതനായ AV അബ്ദുറഹിമാൻ ഹാജിയുടെ വീട്ടിൽ വെച്ച്. അവിടെ വെച്ച് അദ്ദേഹം നടത്തിയ ഒരു ഖുർആൻ ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. കേരളത്തിലെ വമ്പിച്ച മാറ്റം, ആദർശപരമായ മാറ്റങ്ങൾക്ക് കാരണമായി തീർന്ന ഖുർആൻ ക്ലാസ് സമ്പ്രദായം കേരളത്തിൽ അതിന് നേതൃത്വം വഹിച്ചതും അത് പ്രയോഗവൽക്കരിച്ചതും ആ നിലക്ക് സമുദായത്തെ വഴിതിരിച്ചതും NV അബ്ദുസ്സലാം മൗലവി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ്സിലൂടെയാണ് ഒട്ടേറെ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ്സിലൂടെയാണ് നവോത്ഥാന ചിന്തകളും പരിശുദ്ധ ഖുർആൻ അതാണ് ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത് എന്ന ബോധവൽക്കരണവും യഥാർത്ഥത്തിൽ ഈ സമുദായത്തിന് ലഭിച്ചത്. ആധുനിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും വഴിമാറി നിന്നപ്പോൾ, ഒരിക്കലും കൂടിച്ചേരാത്ത വിധം സഞ്ചരിച്ചപ്പോൾ അതിനെ രണ്ടിനെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഇസ്ലാമിക വിജ്ഞാനത്തെ സമ്പുഷ്ടമാക്കിയ ഒരു മഹത് വ്യക്തിത്വമായിരുന്നു NV അബ്ദുസ്സലാം മൗലവി. അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ ജീവിതം അത് ഇന്നത്തെ തലമുറയ്ക്ക് അനുകരണീയമാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പ്രകടമാകുന്ന സാഹിത്യ സൃഷ്ടിയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മിഷ്കാത്തുൽ ഹുദ എന്ന കൃതി, എന്ന മാസിക, അത് അഭിമാനപൂർവ്വം കർഷത്തിൽ വെച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആദ്യഘട്ടത്തിൽ ഞങ്ങളെല്ലാം അഭിമാനപൂർവ്വം കൊണ്ടു നടന്നിരുന്ന ഒരു ത്രൈമാസികയായിരുന്നു മിഷ്കാത്തുൽ ഹുദ. വിജ്ഞാന സമ്പുഷ്ടമായിരുന്നു അത്. അതിലൂടെ NV അബ്ദുസ്സലാം മൗലവിനെ കാണാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതികമായ സമൂഹത്തിന് നൽകിയ നിർദ്ദേശങ്ങൾ അത് ചുവടൊപ്പിച്ചുകൊണ്ടാണ്, അത് പിന്തുടർന്നുകൊണ്ടാണ് പിൻകാലത്ത് വന്ന എല്ലാ പരിഷ്കരണ നവോത്ഥാന പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളത്. NV അബ്ദുസ്സലാം മൗലവി ഒരു മാതൃകാ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് നാം ഓർക്കുക, അദ്ദേഹത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.